ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി മേഖലയായ സർക്രീക്ക് പുതിയ സംഘർഷ മേഖലയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഈ സർക്രീക്ക് പ്രദേശത്തേക്ക് പാകിസ്ഥാൻ അവരുടെ സൈനിക വിന്യാസം കൂടുതലായിട്ട് നടത്തുന്നു, ബങ്കറുകളൊക്കെ നിർമ്മിക്കുന്നു. അവിടേക്ക് ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേന കൃത്യമായ നിരീക്ഷണം നടത്തുകയും സൈനിക വിന്യാസം ആരംഭിക്കുകയും ചെയ്തു. ഇതെന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിലെ താർ അതിൻ്റെ അതിർത്തി അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിലുള്ള പാകിസ്ഥാൻ മേഖല, അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് മാറിയാൽ റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ സർക്രീക്ക് എന്ന് പറയുന്ന മേഖല, ഇത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അതിർത്തിയാണ്. അവിടെയുള്ള 96 കിലോമീറ്ററോളം വരുന്ന സർക്രീക്ക് എന്ന് പറയുന്ന പ്രദേശം അന്താരാഷ്ട്ര തലത്തിൽ അതിർത്തിയൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇന്ന് വരെ അത് അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള സർക്രീക്ക് മേഖല പിടിച്ചെടുക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ഇത് ഞങ്ങളുടെയാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ഇവിടെ ഒരു അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു, സർക്രീക്കിൽ നിന്ന് നേരിട്ട് ഞങ്ങൾക്ക് കറാച്ചിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കറാച്ചി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്താനുള്ള കാരണം എന്താ? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പറയുന്നു, സിന്ധ് പ്രവിശ്യ ഇപ്പോൾ നമ്മളുടേതല്ല, പക്ഷേ അതിർത്തികൾ എപ്പോൾ വേണമെങ്കിലും മാറ്റി വരയ്ക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും സിന്ധു പ്രവിശ്യ നമ്മുടെ രാജ്യത്തോട് കൂടെ ചേരാം. നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഒക്കെ ഭാഗമാണ് ഈ സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത്. और जहां तक जमीन की बात है तो बॉर्डर्स तो बदल सकते हैं, क्या पता कल को सिंध भारत में फिर से वापस आ जाए. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.